ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് അവരുടെ ഉത്തരം എന്താണെന്ന് നോക്കാനാണ്. അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഫസ്റ്റ് എനർജി എന്ന് പറയുന്നത്, അതായത് നിങ്ങൾ ചിന്തിക്കുന്നത് എപ്പോഴും നിങ്ങളുടെ പേഴ്സണെ കുറിച്ചാണ്. 24 hours നിങ്ങളുടെ പേഴ്സണെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. അതായത് കണ്ണടച്ചാൽ എപ്പോൾ ആദ്യം വരുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ മുഖമാണ്. ഒരു പാട്ട് കേട്ടാലും അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ മുഖം വരും. ഇല്ലെങ്കിൽ പുറത്തോട്ട് ഇറങ്ങിയാൽ ആരുടെയെങ്കിലും മുഖം കാണുമ്പോൾ, അതായത് നിങ്ങളുടെ പേഴ്സൻ്റെ മുഖസാമ്യമുള്ള ആരെങ്കിലും കാണുമ്പോൾ ഇതെൻ്റെ പേഴ്സണെ പോലെ ഇരിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നൽ വരും. അതേപോലെ നിങ്ങളുടെ പേഴ്സണും അങ്ങനെയൊക്കെ തോന്നാറുണ്ടോ? അവർ 24 മണിക്കൂറും നിങ്ങളെക്കുറിച്ചാണോ ചിന്തിക്കുന്നത്? അങ്ങനെയൊക്കെയാണ് നിങ്ങളിൽ ചില ആൾക്കാരുടെ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ചോദ്യം എന്ന് പറയുന്നത്, നിങ്ങൾ തമ്മിൽ പല ഡിഫറൻസും ഉണ്ട്. കാസ്റ്റ്, കൾച്ചർ ഡിഫറൻസ് ഇല്ല എങ്കിൽ ഒരാൾ മാരീഡ് ആയിട്ടുള്ള ആൾ, ഒരാൾ സിംഗിൾ, അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഉണ്ടായിരിക്കും. അങ്ങനെയൊക്കെ ഡിഫറൻസ് ഉള്ള സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കുമോ എന്നാണ് ചോദിക്കുന്നത് നിങ്ങൾ. അപ്പോൾ 2 ക്വസ്റ്റ്യൻ ഉള്ളത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട്, നിങ്ങളുടെ പേഴ്സൺ എത്ര ഡിഫറൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കുമോ എന്നാണ്. അപ്പോൾ ആൻസർ എസ് ആണ് വന്നിരിക്കുന്നത്. അതായത് എത്ര ഒബ്സ്റ്റിക്കൽസ് നിങ്ങൾക്കിടയിൽ ഉണ്ടായാലും, അതായത് ആരൊക്കെ വിചാരിച്ചാലും നിങ്ങൾ തമ്മിൽ പിരിക്കാൻ അതൊന്നും നടക്കുകയില്ല. കാരണം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്, നിങ്ങളെക്കുറിച്ചും ഇവർ ചിന്തിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഫയർ എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അവരും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, മിസ് ചെയ്യുന്നുണ്ട്. ഇവിടെ നിങ്ങൾ തമ്മിൽ ഇനി വഴക്കുണ്ടായാൽ പോലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കും, ഇതേപോലെ ചിന്തിക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം വന്നിട്ട്, നിങ്ങളുടെ പേഴ്സൺ എത്ര തന്നെ നിങ്ങൾക്കിടയിൽ തടസ്സങ്ങൾ ഉണ്ടായാലും അവർ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കും, സ്റ്റാൻഡ് എടുക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇനി നെക്സ്റ്റ് നിങ്ങളുടെ ചോദ്യം എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്ന, നിങ്ങളുടെ പേഴ്സൺ തിരികെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുമോ എന്നാണ്. അതിന് ചോദ്യത്തിന് ഉത്തരമായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്ന സഫറിങ് ആണ്. അതായത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ സഫറിങ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇവരുടെ അവസ്ഥ കാരണമാണ് നിങ്ങളിൽ നിന്ന് ദൂരെ നിൽക്കുന്നത്. ഇവർക്ക് അറിയാം നിങ്ങൾ വളരെയധികം വിഷമിക്കുകയാണ് എന്ന്, പക്ഷേ ഇവരും വിഷമിക്കുകയാണ്. ഇവരുടെ ആ ഒരു അവസ്ഥ കാരണമാണ് നിങ്ങളിൽ നിന്ന് ദൂരെ നിൽക്കുന്നത്. അവസ്ഥ ഒന്ന് നേരെയായാൽ ഇവർ ഉറപ്പായിട്ടും നിങ്ങളുടെ അടുത്തേക്ക് ഓടി വരും. ഇവരുടെ ലൈഫിൽ ഒത്തിരി നെഗറ്റിവിറ്റീസ് ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവരുടെ ആ ഒരു എനർജിയെ ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടി നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യണം. കാരണം ഇവരിപ്പോൾ ലോ എനർജിയിലാണ് ഉള്ളത്. ഇവരെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്ത് പോസിറ്റീവ് എനർജിയിലേക്ക് കൊണ്ടുവരണം, അതായത് ഹയർ എനർജിയിലേക്ക് കൊണ്ടുവരണം. ഇവിടെ ഈ ഒരു റീഡിങ് നിങ്ങളിപ്പോൾ കാണുന്നുണ്ട് എങ്കിൽ 9 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയിൽ ഒരു മാറ്റം വരുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. 9 നമ്പറാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇവിടെ 9ാമത്തെ മാസമാണ് സെപ്റ്റംബർ. ചിലപ്പോൾ സെപ്റ്റംബർ മാസത്തിൽ തന്നെ നിങ്ങളുടെ പേഴ്സൺ തിരികെ നിങ്ങളുടെ അടുത്തേക്ക് വരാം, ഇല്ല എങ്കിൽ 9 ദിവസത്തിനുള്ളിൽ വരാം, ഇല്ല എങ്കിൽ ലക്കി വണ്ണായിട്ടുള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ 9 അവേഴ്സിൽ തന്നെ നിങ്ങളുടെ പേഴ്സൺ തിരികെ നിങ്ങളുടെ ലൈഫിലേക്ക് വരാം. അത് ഓരോരുത്തർ എനർജി അനുസരിച്ചായിരിക്കും ഉണ്ടാവുക. കാരണം ഇവർക്കും നിങ്ങൾക്ക് വേണ്ടി ഒരു ഭാവന ഇവരുടെ മനസ്സിലും ഉണ്ട്. കാരണം ഇവർക്ക് ഒട്ടും രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല, നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. എപ്പോഴും രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ നിങ്ങളെക്കുറിച്ച് ആലോചിച്ച് കരയുന്നുമുണ്ട് ഇവർ. നെക്സ്റ്റ് മെസ്സേജ് നിങ്ങളുടെ പേഴ്സണോട് നിങ്ങൾ പറയുന്നത്, അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളല്ലാതെ വേറെ ഒരാളോട് കൂടെയൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചതിക്കുകയാണോ, ഇനി ലാസ്റ്റ് നിമിഷം ചതിച്ചിട്ട് പോകുമോ നിങ്ങളെ എന്നൊക്കെയാണ് നിങ്ങൾക്ക് തോന്നുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ഇവിടെ ആൻസർ നോ ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഒരിക്കലും നിങ്ങളെ ചതിക്കുകയില്ല. അതായത് ഇവർ എത്ര തന്നെ ആൾക്കാരോട് സംസാരിച്ചാലും ഇമോഷണലി നിങ്ങളുമായിട്ടാണ് ഇവർ കണക്റ്റ് ആയിട്ടിരിക്കുന്നത്. അതായത് നിങ്ങളുമായിട്ടാണ് ഇവർക്ക് അറ്റാച്ച്മെൻറ്റ്. പിന്നെ എന്തിനു നിങ്ങൾ ഭയക്കണം? ഒരു വ്യക്തിക്ക് അറ്റാച്ച്മെൻറ്റ് നിങ്ങളോട് കൂടിയാണ് എങ്കിൽ പിന്നെ മറ്റൊരാളോട് കൂടി അവർ സംസാരിച്ചാൽ എന്താ കുഴപ്പം? നിങ്ങൾ ആദ്യം ആ ഒരു സംശയം എടുത്ത് മാറ്റണം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടാണ് അറ്റാച്ച്മെൻറ്റ്, അപ്പോൾ നിങ്ങൾ ആ സംശയമാണ് എടുത്ത് മാറ്റേണ്ടത് നിങ്ങളുടെ. നെക്സ്റ്റ് നിങ്ങളുടെ ചോദ്യം ഇതാണ്, അതായത് നമ്മുടെ ബന്ധം എല്ലാം അവസാനിച്ചോ, ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്താണ് നിങ്ങളുടെ പേഴ്സണോട് നിങ്ങൾ ചോദിക്കുന്നത്. ഒന്നുകിൽ നിങ്ങളുടെ സ്പൗസുമായിട്ട് നിങ്ങൾക്ക് ബ്രേക്കപ്പ് സംഭവിച്ച് കാണും, ഇല്ല എങ്കിൽ നിങ്ങളുമായിട്ടുള്ള ബന്ധം അവസാനിച്ച് കാണും. നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ കൂടെ നിങ്ങൾ തമ്മിൽ ഡിവോഴ്സ് ആയി കാണും, ഇനി ഒന്നും ബാക്കിയില്ലായിരിക്കാം. അതുകൊണ്ടായിരിക്കാം നിങ്ങളിങ്ങനെ ചോദിക്കുന്നത്.
ഇവിടെ ആൻസർ ഒന്നും അവസാനിച്ചിട്ടില്ല. കുറച്ച് സമയമെടുക്കും എല്ലാം മനസ്സിലാക്കി തിരികെ വരുവാൻ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് ഇവിടെ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വിശ്വാസമുണ്ട് നിങ്ങളുടെ പാർട്ട്ണറിലെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും വെയിറ്റ് ചെയ്യുക. ഇവർ ഉറപ്പായിട്ടും റിയലൈസായി തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ തമ്മിലുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇവിടെ മാക്സിമം 3 മന്ത് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. 3 മന്ത് വെയിറ്റ് ചെയ്തിട്ടും നിങ്ങളുടെ പേഴ്സൺ തിരികെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നില്ല എങ്കിൽ നിങ്ങൾ മാറ്റി ചിന്തിക്കുവാനാണ് ഇവിടെ ഏഞ്ചൽസ് നിങ്ങളോട് പറയുന്നത്. അതായത് ആവശ്യമില്ലാതെ നിങ്ങൾ 3 മാസം കഴിഞ്ഞ് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് മൂവ് ഓൺ ചെയ്യാൻ ഏഞ്ചൽസ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങളുടെ പേഴ്സണ് നിങ്ങളുടെ ആനിവേഴ്സറി അല്ല എങ്കിൽ നിങ്ങളുടെ ബർത്ത്ഡേ ഇതൊക്കെ ഓർമ്മയുണ്ടോ? ആ ഒരു സമയം അവർ നിങ്ങളെ കോളോ മെസ്സേജോ ചെയ്യുമോ എന്നാണ്. ഇവിടെ ഇതിൻ്റെ ആൻസർ എസ് ആണ്. അതായത് നിങ്ങൾ അവരുടെ കൂടെ നിങ്ങളുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അവരും അതേപോലെയാണ് നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അതിൻ്റെ ആൻസർ എസ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകണമെന്ന് കരുതി ഏതോ ഒരു ഫ്രണ്ട് ഇവരെ ബ്രെയിൻ വാഷ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഇവിടെ ആൻസർ എസ് ആണ് വന്നിരിക്കുന്നത്. ഏതോ ഒരു ഫ്രണ്ട് നിങ്ങൾക്കിടയിൽ കളിച്ചിട്ടുണ്ട്. അതായത് അവർ ഇവരെ നിങ്ങൾക്കെതിരെ ബ്രെയിൻ വാഷ് ചെയ്തു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് അവർക്കും എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായി നിങ്ങളുടെ ബന്ധം ഇല്ലാതാവണം എന്ന് കരുതി ഏതോ ഒരു ഫ്രണ്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് ചോദ്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ആ ഒരു മാരേജ് പേരൻസിൻ്റെ എല്ലാ സമ്മതത്തോടെ നല്ല രീതിയിൽ എല്ലാവരുടെയും സമ്മതത്തോടെ ആശീർവാദത്തോടെ നടക്കുമോ എന്നാണ്. ഇനി നിങ്ങൾ മാരേജ് ആയിട്ടുള്ള ആൾക്കാരാണ് എങ്കിൽ ഓൾറെഡി നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായി മാരേജിൽ അതായത് മാരേജ് കഴിഞ്ഞിട്ടുള്ള ഇഷ്യൂ ഉണ്ടാവത്തില്ലേ, ആ ഒരു ഇഷ്യൂ സോൾവ് ആകുമോ എന്നാണ് നിങ്ങൾ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഇവിടെ കുറച്ച് സമയമെടുക്കും കാര്യങ്ങൾ ശരിയാകാൻ എന്നാണ് കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ്, നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധം പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണോ എന്നുള്ള ചോദ്യത്തിന് ആൻസർ എസ് ആണ് വന്നിരിക്കുന്നത്. കുറേ ജന്മങ്ങൾ നിങ്ങൾ ഒന്നായിരുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് ചോദ്യം, നിങ്ങൾക്ക് ന്യായം ലഭിക്കുമോ എന്നാണ് നിങ്ങൾ ചോദിച്ചിരിക്കുന്നത്. അല്ലാതെ നിങ്ങളുടെ പേഴ്സൺ ഏതെങ്കിലും കോടതി കേസ് അങ്ങനെ എന്തെങ്കിലും ഇതിലുണ്ട് എങ്കിൽ അവർക്ക് ന്യായം ലഭിക്കുമോ എന്നും ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഇവിടെ ഈ 2 ക്വസ്റ്റ്യന് ഉത്തരം എസ് ആണ് വന്നിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ന്യായം ലഭിക്കും. നിങ്ങളുടെ പേഴ്സൺ കോടതി കേസ് അതിലെന്തെങ്കിലും പെട്ടിപ്പോൾ ജയിലിലൊക്കെ ആണ് എങ്കിൽ അവർ ഉറപ്പായിട്ടും വളരെ പെട്ടെന്ന് റിലീസാകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നെക്സ്റ്റ് ചോദ്യം, നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ ഫിസിക്കലി അതായത് അട്രാക്റ്റ് ചെയ്യാറുണ്ട്, അതായത് നിങ്ങളുടെ എനർജി വെച്ച് നിങ്ങൾ അവരുമായിട്ട് കണക്റ്റ് ആവാറുണ്ട്, അതേപോലെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് കണക്റ്റ് ആകുന്നുണ്ടോ എന്നാണ് നിങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ ആൻസർ എസ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾ കണക്റ്റ് ആവുന്നത് പോലെ അവരും നിങ്ങളുമായിട്ട് കണക്റ്റ് ആവുന്നുണ്ട്. നെക്സ്റ്റ്, നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷന് പുറത്ത് വരുമോ എന്നാണ് നിങ്ങൾ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആൻസർ എസ് ആണ് വന്നിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷന് പുറത്ത് വരുന്നതാണ്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ചോദ്യത്തിന് അവരുടെ ഉത്തരം. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ വീഡിയോയിലൂടെ. ഇനിയൊരു പുതിയ വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.